ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഏതാണ്ട് ഹിന്ദുക്കൾ ഉണർന്നു. മുസ്ലിങ്ങൾ ഏത് വിഷയവും വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. അവർ ഹർത്താലുകൾ ഉണ്ടാക്കും, ധർണയുണ്ടാക്കും, അവർ നമ്മളെക്കുറിച്ച് വിദ്വേഷമായിട്ട് പ്രചരിപ്പിക്കും, അവർ പ്രഭാഷണങ്ങൾ നടത്തും, നമുക്കെതിരെ മതവിദ്വേഷമുണ്ടാകും, നമ്മുടെ കേസ് കൊടുക്കും, നമ്മുടെ ഉപജീവന മാർഗം മുട്ടിക്കും, നമ്മളെ കൊല്ലുവോ, നമ്മളോടുള്ള സൗഹൃദം ഇല്ലാതാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പേടി കുറേ കാലങ്ങളായിട്ട് ഹിന്ദു വിശ്വാസികൾക്കുണ്ടായിരുന്നെങ്കിലും ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ഏറെ മുന്നോട്ട് വന്നിരിക്കുന്നു. കാരണം ഈ ജനാധിപത്യ രാജ്യത്ത് ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യാനിക്കാണെങ്കിലും അതല്ല മുസൽമാനാണെങ്കിലും ശരി, ഒരേ സ്വാതന്ത്ര്യമാണ് ഈ ജനാധിപത്യ രാജ്യം നൽകുന്നത്. അപ്പോൾ പിന്നെ നമ്മളെക്കാൾ എന്ത് പ്രത്യേകതയാണ് അവർക്കുള്ളത്? നമുക്കും അവർക്കും ഒരേ സ്വാതന്ത്ര്യമാണ്, ഒരേ മനുഷ്യാവകാശമാണുള്ളത്. അതുകൊണ്ട് അവരവരുടെ മതം പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ അവർ പ്രചരിപ്പിക്കുന്ന വിദ്വേഷങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്കും റൈറ്റ്സ് ഉണ്ട് എന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും തിരിച്ചറിഞ്ഞിരിക്കും. അങ്ങനെ അവര് പ്രതികരിക്കുന്നതിനെ തിരിച്ചതേ രൂപത്തിൽ പ്രതികരിക്കുകയല്ല. ഇപ്പോ ഹിന്ദു പെൺകുട്ടികളെ 8ാം ക്ലാസ്സിനും +2നും ഇടയ്ക്കുള്ള പെൺകുട്ടികളൊക്കെ നടന്നു പോകുന്നു റോഡിലൂടെ. തമിഴ്നാട്ടിലാണ് സംഭവം. ആ കുട്ടികളെ വിളിച്ചിട്ട് ഒന്ന് ഹിജാബ് ഇടാമോ, നിനക്ക് ധൈര്യമുണ്ടോ? ചലഞ്ചാ. കുട്ടികളല്ലേ, ഇപ്പോഴത്തെ കുട്ടികളാ. സ്വാഭാവികമായിട്ടും അവരതിനെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. കാരണം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ടെൻഡൻസി ആണല്ലോ നമ്മുടെ മക്കൾക്ക്. അവരത് ചെയ്യും. അവർ ഹിജാബ് ഇടുന്നു. ഈ പെൺകുട്ടി തന്നെ പൊട്ടു മായ്ച്ചു കൊടുക്കുന്നു. ആഹാ, സൂപ്പർ. നല്ല സുന്ദരിയായിരുന്ന പെൺകുട്ടികളെ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറക്കി പ്രാകൃത കോലമാക്കി കഴിഞ്ഞപ്പോൾ അതീവ സുന്ദരിയാണ് എന്ന്. കൊള്ളാലോ, നിങ്ങൾ മോശമല്ലല്ലോ. തിരിച്ചായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കുമായിരുന്നു? തട്ടമിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ തട്ടമൊക്കെ ഊരി, മുടിയൊക്കെ മനോഹരമായി കെട്ടി, അല്പം പൗഡറൊക്കെ ഇട്ട്, ലേശം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, കണ്ണൊക്കെ എഴുതി, ഒരു പൊട്ടൊക്കെ വെച്ച് ഇപ്പൊ സൂപ്പറായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചലഞ്ചായിരുന്നു നടന്നിരുന്നതെങ്കിൽ കേരളത്തിലെ വിശ്വാസികളാകുമായിരുന്നില്ലേ ആദ്യം ഇളകുന്നത്, അല്ലെ? എന്നാൽ ഇതാ ഹിന്ദു സ്ത്രീകൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ ഉണർന്നു കഴിഞ്ഞു. അവരെ ഉണർത്തരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഉണർന്നപ്പോൾ ഒന്നൊന്നര ഉണരലായി പോയി കേട്ടോ അവരെ. ശരി, കേൾക്ക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ചു നേരമായി ഒരു ലൈവിന് വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷെ അത് ശരിയാവുന്നില്ല. എനിവേ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു ദിവസം, ഇന്നലെ ഇന്നുമായിട്ട്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്ന ഒരു വീഡിയോ ആണ്. ഒരു മുസ്ലിം ഹിജാബൊക്കെ ധരിച്ച ഒരു ചാനൽ അവതാരിക, അവിടെ കാണുമ്പോൾ കയ്യിൽ മൈക്കെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ ചാക്കിൻകെട്ടിൽ നടക്കുന്ന അവതാരികമാരുണ്ടെന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ചാക്കിൻകെട്ടും നിറച്ചുകൊണ്ട് നടക്കുന്ന ചാനൽ അവതാരികമാരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഒരു ചാക്കുകെട്ടിനുള്ളിലുള്ള ഒരു അവതാരികയെ കാണുന്നു. അതൊരു വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ചാക്കിൻകെട്ടിലെ അവതാരിക നടന്ന് ഈ മറ്റുള്ളവരെ കൂടെ ചാക്കിലാക്കാനുള്ള ഒരു പരിപാടി കൊണ്ട് നടക്കുന്ന ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവര് തമിഴാണ് പേശണത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. എന്നിട്ട് നമുക്ക് ഒരു സെക്കൻഡ് ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇതിൽ പറയുന്നത് ഒരു ഹിജാബ് ചലഞ്ചുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ ആർ യു റെഡി ഫോർ ഹിജാബ് ചലഞ്ച് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന കുട്ടികൾ പറയുന്നുണ്ട് അത് എന്ത് ഓപ്ഷൻ ആണോ, അത് ഈ ചാക്കിൽ ഇറങ്ങിയ ഈ സ്ത്രീ തന്നെ ഒരുക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു വേഷം കെട്ടിയാണോ നമുക്കറിയില്ല. കാരണം ഞാൻ മുന്നോട്ട് കൂടെ നടക്കുമ്പോൾ, ഞാനോ അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് ഉള്ള പെൺകുട്ടികൾ, ഒരു കോമൺ സെൻസ് ഉള്ള കുട്ടികൾ ആരും ഈ വഴി കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഹിജാബ് കിട്ടുമ്പോൾ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അത് എന്തായാലും അത് എന്താ പറയാ സമ്മതിക്കാൻ പോകുന്ന ഒരു കാര്യമേ അല്ല. ബിക്കോസ് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. അപ്പൊ എന്ന പോലെ ഒരു അറിയാവുന്ന ഒരാൾ വന്നിട്ട് നമ്മളോട് ഹിജാബ് ഇട്ടാൽ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ വേറൊരു കോലത്തിലാക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെടണമെന്നില്ല. ഒരാളോട് വന്നിട്ട് ഇങ്ങനെയുള്ള എന്താ പറയാ വായ തോന്നുന്ന കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറയാനായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുമോ, ഏത് നാട്ടിൽ നടന്നതാണെന്ന് എനിക്കറിയില്ല. തമിഴാണ് അവർ പേശുന്നത്. അപ്പൊ உங்களுக்கு ഹിജാബ് പോട്ടാൽ എവിടെ ഇരിക്കുന്നു പാക്കട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹിജാബ് പോട്ട് പാക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ട് പിന്നെ ഈ കുട്ടിയെ പബ്ലിക്കിന്റെ മുന്നിൽ, ഇത് പബ്ലിക്കിലാണ് നടക്കുന്നത്, ഒരു പബ്ലിക് വീഡിയോ ആണ്. അപ്പൊ അവര് ഹിജാബ് ധരിപ്പിച്ച്
ஹிஜாபின் வேஷம் கட்டிச்சு, ஹிஜாபு தரிப்பிச்சு, ஹிஜாபு கிட்டு கழிஞ்சிட்டு வா நீங்க சூப்பரா இருக்கு, நீங்க ரொம்ப அழகா இருக்கு, நீங்க பாக்கிறதுக்கு ரொம்ப அழகா இருக்கு, நீங்க சூப்பரா இருக்கு என்னெல்லாம் பேசிட்டு இதெல்லாம் வந்துட்டு இந்த மாதிரி இது கேரளாவில தமிழ்நாட்டுல நடந்தது தெரியாது, எனக்கு தெரியாது. பட் எனக்கு ஒண்ணுமே தெரியும், இது ஹிஜாப் வந்துட்டு எல்லாருக்குமே ஹிஜாபின் பரிசை போட்ட மாதிரி, எல்லாரையும் ஹிஜாப் பரிசை போட்ட மாதிரி, அந்த ஸ்திரீ ஆல்ரெடி அந்த சாக்கு கட்டில மூட்டி வச்ச மாதிரி, அந்த ஸ்திரீயை பார்த்தாலே தெரியும் அவரே ஆல்ரெடி சாக்கு கட்டில மூட்டி வச்ச மாதிரி. பட் இனி ஒரு ஜெனரேஷன், இனி വരുന്ന ജനറേഷനെ കൂടെ ചാക്ക് കെട്ടിനകത്ത് ആക്കി പോട്ട് വെക്കുന്നതിനുള്ള ആ ട്രെയിനിങ് ആണ് അവർ തരുന്നത്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ ബാക്കി കൂടെ കണ്ടോളൂ. സോറി, 1 സെക്കൻഡ്. ആ പബ്ലിക് റോഡിൽ നിന്നിട്ടാണേ പെൺകുട്ടികളൊക്കെ അതിന് തയ്യാറാകുവാണ്. കാരണം ഒരു ചലഞ്ചല്ലേ, അത് ഈ പ്രായത്തിൻ്റെതാണ്. ഇതാ അവരൊക്കെ ഹിജാബിടെ എത്രയെത്ര പെൺകുട്ടികളെയാണ് പൊട്ടുമായിച്ച്. ഇങ്ങനെയാണോ ഇസ്ലാമിനെ വളർത്താൻ ഇസ്ലാം പ്രവാചകൻ പഠിപ്പിച്ചത്? കണ്ടില്ലേ, ഒരു പെൺകുട്ടിയല്ല ചെയ്യുന്നത്, അതെ മാറി മാറി 2 3 4 പെൺകുട്ടികളെ ചെയ്യുന്നുണ്ട്. ഈ ഹിജാബ് പോട്ടാൽ നിങ്ങൾ എപ്പടി ഇരിക്കും എന്ന് നമുക്ക് പോട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഹിജാബ് പോട്ടാൽ എപ്പടി ഇരിക്കും? ഒരു വാഴപ്പുളിയെ പോട്ടിട്ട് ചാക്കിൽ കെട്ടിയാൽ മതി, മൂട്ടിയിരിക്കും, അത്രേ ഉള്ളൂ. ഇത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ട് പറയാൻ മാത്രം ഹിജാബ് പോട്ടാൽ എപ്പടി ഇരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഒരു പുതപ്പോ അല്ലെങ്കിൽ ഒരു ഷോളോ എടുത്തിട്ട് നിങ്ങളെ തലവഴി മൂടി കഴിഞ്ഞാൽ, നിങ്ങളെ കണ്ണു മാത്രം വെളിയിൽ കാണിച്ചിട്ട് നിങ്ങൾ തലവഴി മൂടി കഴിഞ്ഞാൽ എപ്പടി ഇരിക്കും എന്ന് പറഞ്ഞാൽ അപ്പടിയേ ഇരിക്കുന്നു. അതിനപ്പുറത്തോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ട്? അല്ലെങ്കിൽ ഈ ഹിജാബ് എന്ന് പറയുമ്പോൾ സത്യമായിട്ട് നമ്മൾ കിളി വെക്കാണ്ടിരിക്കാനായിട്ട് സാധാരണ വാഴപ്പലകളൊക്കെ ചാക്കിൽ കെട്ടി വെക്കും. ഈ സിമെന്റ് ചാക്കിലോ അല്ലെങ്കിൽ സാധാരണ ചാക്കിലോ വാഴപ്പല കെട്ടി വെക്കും. അപ്പൊ ഈ വാഴപ്പല സിമെന്റ് ചാക്കിനകത്ത് ഇറക്കി കെട്ടി വെച്ച പോലെ, അല്ലെങ്കിൽ കറുത്ത ചാക്കിനകത്ത് ഒരു വാഴപ്പല കെട്ടി ഇറക്കിയാൽ എങ്ങനെ ഇരിക്കും? അപ്പടി ഇരിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ പോട്ട് പാത്തിട്ട് അതൊന്നും ഇത്ര പോട്ട് പാത്തിട്ട് പാക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇത് തമിഴ്നാട്ടിലാണോ അതോ കേരളത്തിലാണോ ഇതുപോലെ ഒരു ചാനൽ അവതാരിക നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ നോൺസെൻസിനെ അവരെ കുറിച്ച് കൈ കടിക്കാൻ പറ്റും. കാരണം പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇതേപോലത്തെ ആൾക്കാർ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത്? ഒരു പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇതുപോലെ മറ്റുള്ളവരെ അവരുടെ ദേഹത്ത് ഹിജാബ് കിട്ടി. അല്ല, ഇവർക്ക് വലിയ ഒരു ഇന്റൻഷൻ ഉണ്ട് ഇതിന്റെ പിന്നില്. ഒരു ബലിപെരുന്നാളിനോടനുബന്ധിച്ചിട്ട് മുസ്ലിം പയ്യന്മാരൊക്കെ കൂടി ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയിരുന്നു, ഒരു ഷോർട്ട് സ്റ്റോറി. ഒരു 2 മിനിറ്റേ ഉള്ളൂ. ഒരു മുസ്ലിം പയ്യൻ ഒരു പള്ളി എന്ന് തോന്നിക്കുന്ന ഒരു ആലയത്തിനകത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഹിന്ദു പെൺകുട്ടി വന്ന് എന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് എത്തി നോക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് 2 പേർക്കും പരസ്പരം അനുരാഗം ഉണ്ടാകുന്നു. അപ്പോഴേക്ക് അവനൊരു പൊതി കൊണ്ടുവന്ന് ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നത് ചുരിദാറാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു. ആ പെൺകുട്ടി അത് ധരിച്ച് വരുമ്പോഴേക്ക് പൊട്ട് മായ്ച്ചു കൊടുക്കുന്നു. ആ ചുരിദാറിന്റെ ഷാൾ എടുത്ത് തലയിൽ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് 2 പേരും കൂടി ആടിപ്പാടി നടക്കുന്നു. ഇതാണ് അതിന്റെ തീം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ അതിനകത്ത് പറയുന്നതും ഇത് തന്നെയാണ്. ഓരോ മുസ്ലിമും ഇത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിജ്ഞയായി ഏറ്റെടുക്കണം. മനസ്സിലായോ? എല്ലാ മുസ്ലിം പയ്യന്മാരും ആദ്യം ചെയ്യേണ്ടത് അമുസ്ലിം പെൺകുട്ടികളെ വലവീശി പിടിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരലാണെന്ന്. എന്തു അഴകാർക്ക് ഇവർക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? ഒരു കറുത്തിട്ടുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ടുവന്നിട്ട് നിങ്ങളെ മൂടിയിട്ട് നിങ്ങളുടെ കണ്ണ് മാത്രം വെളിയിൽ കാട്ടിയിട്ട് എന്നിട്ട് പറയുന്നു വാ സൂപ്പർ അഴകാർക്കുന്നു. എന്നാ അഴകാർക്കെന്നാ പറയുന്നത്? ഈ വാഴപ്പഴ ചാക്കി മൂട്ടിയെ പോലെ മൂട്ടി വെച്ചിട്ട് എന്നാ അഴകാ? എനിക്കറിയാൻ പാടില്ല. എന്തായാലും ശരി, ഇതേപോലുള്ള അവതാരികമാരും അവതാരകന്മാരൊക്കെ നമ്മുടെ നാട്ടിലും അധികം താമസിക്കാൻ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ ഒരു മതവിക്കലിന്റെ ഭാഗമാണ്. ഇത് സത്യമായിട്ടും മതവിക്കലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വളരെ സക്സസ് ആയിട്ടുള്ള, അതായത് കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വല വീശി പിടിക്കാനുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ എല്ലാവരും സൂക്ഷിക്കുക. ഈ ജാതി കോലം കിട്ടുന്നത് ആര് കണ്ടാലും ശരി പ്രതികരിക്കുക, അതിനെതിരെ പ്രതികരിക്കുക. കാരണം ഈ പറയുന്ന ആൾക്കാരെ നമുക്ക് ഒരാൾക്കാരോടും യാതൊരു തരത്തിലുള്ള ഐത്തക്കേടോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. പക്ഷേ അവരവർ ഇരിക്കേണ്ട സ്ഥാനത്ത് അവരവർ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് കാര്യം. നിങ്ങൾ ഇരിക്കേണ്ടത് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ഏത് മതമോ ജാതിയോ വർഗമോ ആരോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഇരുന്നാൽ അപ്പൊ നമുക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഇത് അനുഭവം കൊണ്ട് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ നമുക്ക് വർഗീയതയാണ് അല്ലെങ്കിൽ നമ്മൾ വർഗീയത പറയാണ് എന്ന് മതേതരന്മാർ പറയാൻ വന്നാൽ അത് സമ്മതിച്ചു തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അനുഭവം കൊണ്ടാണ്. അനുഭവമാണ് ഗുരു. കേരളത്തിന്റെ ഏറ്റവും വലിയ എഴുത്തുകാരി, ബാക്കി എല്ലാ പലരും ഒക്കെ കേരളത്തിന്റെ ഏറ്റവും വലിയ എഴുത്തുകാരി അവര് മാധവിക്കുട്ടി, കേരളത്തിന്റെ ഏറ്റവും വലിയ എഴുത്തുകാരിയായ മാധവിക്കുട്ടിയെ കൊണ്ടുപോയിട്ട് മതം മാറ്റിയ നാടാണ് നമ്മുടെ നാട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വർഗീയത ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ മതമാറ്റ പരിപാടി നടക്കുന്നത്? മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ മതമാറ്റം നടന്നത്, അതായത് എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 17 വയസ്സുള്ള സമയത്ത് അതായത് ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ചാലിയാറിന്റെ തീരത്ത് റിസോർട്ടിന്റെ പടവുകളിൽ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തത് ആരാണ്? ബലാത്സംഗം ചെയ്തത് അബ്ദുൾ സമദാനി എന്ന് പറയുന്ന ഗംഭീര വീരനായകൻ. നമ്മുടെ നാട്ടില് സോഷ്യലായും അല്ലാതെയും ഉള്ള ഗംഭീര വീരനായകൻ. AP അഹമ്മദ് കൃത്യമായി പറയുന്നുണ്ട്, കമലാ സുരയ്യയെ സമദാനി ബലാത്കാരം ചെയ്യുകയും മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയും ഇന്നേക്ക് 40-ാം നാൾ നീ എന്റെ സ്വർഗത്തിലെ കമലാ സുരയ്യ പുഷ്പമാണെന്ന് പറഞ്ഞ്
ആ തള്ളയുടെ പ്രായമുള്ള സ്ത്രീയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് പ്രലോഭിപ്പിച്ചു വീഴ്ത്തി മതം മാറ്റിയിട്ട് പിന്നീട് അയാൾ ഫോൺ എടുത്തിട്ടേ ഇല്ല. അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് ഈ എഴുത്തുകാരിയെ മതം മാറ്റിയതിന്റെ പേരിൽ കോടികൾ ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് AP അഹമ്മദ് വളരെ നിർഭയം ഈ കേരളക്കരയോട് തുറന്നു പറഞ്ഞ യാഥാർത്ഥ്യമാണത്. വെച്ച് ഗംഭീരമായിട്ട് നടക്കുന്ന നമ്പർ 1 ജിഹാദിയാണ് അയാൾ. ആ നമ്പർ 1 ജിഹാദിയാണ് ആരെ മതം മാറ്റിയത്? കമലാസുരയാക്കി മാറ്റിയത്, മാധവിക്കുട്ടിയെ കമലാസുരയാക്കി മാറ്റിയതിന് മുമ്പ് ആ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ചാലിയാറിന്റെ തീരത്ത് കൽപ്പടവിൽ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തതിന് ശേഷം മാധവിക്കുട്ടി ബഹളം വെച്ചപ്പോൾ കല്യാണം കഴിക്കാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തു. കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു കണ്ടീഷൻ, എന്ത്? നിങ്ങൾ ഞങ്ങളുടെ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞല്ലോ, ഞങ്ങളുടെ കാലത്തിലേക്ക് വരാനാണ് നിങ്ങൾ എന്നിട്ട് ബലാത്സംഗം ചെയ്തത്. ആ ബലാത്സംഗം ചെയ്തപ്പോൾ മാധവിക്കുട്ടി കൈയും കാലം വിട്ട് പിടിച്ച് രോധിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോ ഞാൻ നിങ്ങളെ കെട്ടിക്കോളാം എന്നൊരു വാക്ക് കൊടുത്തു. ആ കെട്ടിക്കോളാം എന്നൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് വെച്ച ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു കണ്ടീഷനാണ്, നിങ്ങൾ മതം മാറണം. അതായത് ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ അവരെ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് അവർ കിടന്ന് ബഹളം വെക്കുമ്പോ അവർക്ക് പറയാതെ ഞാൻ നിങ്ങളെ കെട്ടിക്കോളാം. അത് ഇത് തന്നെയല്ലേ കേരള സ്റ്റോറി നമ്മളോട് പറഞ്ഞു വെച്ചതും? പ്രണയിക്കുക, ഗർഭിണിയാക്കുക, പിന്നീട് കെട്ടണമെങ്കിൽ മതം മാറണം എന്ന നിബന്ധന. കെട്ടാനുള്ള ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ? മതം മാറണം. അപ്പോ പ്രേമത്തിനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും യാതൊന്നിനും എല്ലാത്തിനും മതം അടിസ്ഥാനമാണ്. അപ്പൊ മതം മാറാനായിട്ട് മാധവിക്കുട്ടി സമ്മതിക്കുന്നു. കാരണം മാധവിക്കുട്ടിക്ക് പ്രണയം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമായിരുന്നില്ലേ? 67 വയസ്സുള്ള സമയത്ത് മാധവിക്കുട്ടിക്ക് പ്രണയം പൂത്തുലഞ്ഞു നിൽക്കുമ്പോ പച്ചയ്ക്ക് തന്നെ ഞാൻ പറയട്ടെ, അല്ല പച്ചയ്ക്ക് തന്നെ പറയണം, ഒന്ന് പ്രണയിക്കാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുമായിരുന്നു. പ്രണയം കിട്ടാൻ വേണ്ടിയിട്ട് പ്രണയാർത്ഥയായി ദാഹത്തോടുകൂടി നിൽക്കുമായിരുന്നു. ആ സമയത്ത് ആരെങ്കിലും മതി നമുക്ക് തോന്നിപ്പോകുന്നതാണ് ഇത്തരം സാധ്യതകൾ. അവരുടെ കാമം ശമിപ്പിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ശമിപ്പിക്കാനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് അവരവരുടെ എന്താ പറയുക പ്രേമം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രേമഭാജനത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മത തീവ്രവാദിയായ അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരു വീരപുരുഷനെയാണ് അവർക്ക് കാമുകനായിട്ട് ലഭിച്ചത് 67 വയസ്സിൽ. അപ്പോ ആ കാമുകന് വേണ്ടിയിട്ട് ദാഹിക്കുമ്പോൾ മതം മാറാനും മാധവിക്കുട്ടി തയ്യാറായി. മാധവിക്കുട്ടിയെ പോലെയുള്ള ഇത്രയും വലിയ ബുദ്ധിമതിയായ കഴിവുള്ള ഒരു എഴുത്തുകാരി ഈ പറയുന്ന എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷിലും വ്യത്യസ്തമായ ഭാഷകളിലും കഥയും നോവലും സാഹിത്യവും എഴുതിയിരുന്ന സ്ത്രീ മതം മാറ്റത്തിന് മുൻപിലും കൂപ്പുകുത്തി വീണു, മതം മാറാൻ തയ്യാറായി. ഉടനെ പാളയം ഇമാമിനെ വിളിച്ചു വരുത്തിയിട്ട് അന്നത്തെ ട്രിവാൻഡ്രം സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു. ട്രിവാൻഡ്രം സൗത്ത് പാർക്ക് ഹോട്ടലിൽ ആ ചടങ്ങിൽ വെച്ചിട്ട് ഇമാമിനെ വിളിച്ചിട്ട് അവരുടെ മതം മാറ്റ ചടങ്ങ് അവിടെ വെച്ച് നടക്കുകയാണ്. അങ്ങനെ മാധവിക്കുട്ടി മതം മാറി കമലാസുരയായി. ഈ കമലാസുരയായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെട്ടതിന് ശേഷം പെടഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അത്രയും ബുദ്ധിമതിയായ എഴുത്തുകാരിക്ക് പോലും മനസ്സിലാവാനായിട്ട് അങ്ങനെ പെടേണ്ടി വന്നു. ഈ വർഗങ്ങളുടെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു മതത്തിനെയും ഞാൻ ആക്ഷേപിക്കല്ല, ചില സത്യങ്ങൾ പറയാണ്. അത് ആർക്കെന്ത് തോന്നിയാൽ മേഡം പറയാം. അപ്പോ ഇത്രയും വലിയ എഴുത്തുകാരിയായ മാധവിക്കുട്ടിക്ക് ഈ പറയുന്ന തീവ്രത മനസ്സിലാവാനായിട്ട് അതിനകത്തോട്ട് ചെന്ന് തല വെച്ച് കൊടുക്കേണ്ടി വന്നു. ഉടനെ തലവഴി ഈ പറയുന്ന സാധനമെല്ലാം ഇട്ട് മൂടി, ഹിജാബ് എല്ലാം ഇട്ട് മൂടി, വർദ്ധയ്ക്കുള്ളിൽ കയറി ചാത്തുകെട്ടിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനായിട്ട് മാധവിക്കുട്ടി ഒരുപാട് വെമ്പൽ കൊണ്ടു. എനിക്ക് ഈ പറയുന്ന ഈ കറുത്ത ചാത്തുകെട്ടിനകത്തുനിന്ന് എനിക്ക് മോചനം വേണം, എന്റെ ഭഗവാനാണ് എന്റെ സർവസ്വം, എന്റെ കൃഷ്ണനാണ്, എനിക്ക് അതിനേക്കാളും വിട്ട് വേറെ യാതൊന്നുമില്ല. പക്ഷെ ഈ മതം മാറാനായിട്ട് അവിടെ ഒന്നും തീർന്നില്ല. ഈ മാധവിക്കുട്ടിയെ പിടിച്ച് മതം മാറ്റി കഴിഞ്ഞിട്ട് സൗദി അറേബ്യൻ ജാലിയത്തിൽ നിന്ന് $10 ലക്ഷം അബ്ദുൽ സമദ് കൈപ്പറ്റിയത്. ഇത് നമ്മുടെ പബ്ലിക്കിന്റെ മുൻപിൽ നടന്ന സത്യസന്ധമായ ഒരു കാര്യം ഞാൻ ഈ പറയുന്നത്, തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരാം. എന്തെങ്കിലും പേര് നിങ്ങൾ മറക്കേണ്ട. സൗദി അറേബ്യൻ ജാലിയത്തിൽ നിന്ന് $10 ലക്ഷം അബ്ദുൽ സമദ് കൈപ്പറ്റിയത്. ഇത്രയും വലിയ കേരളത്തിന്റെ എഴുത്തുകാരിയെ മതം മാറ്റിയതിന് വാങ്ങിയ കൂലി $10 ലക്ഷം. ഈ $10 ലക്ഷം കൈപ്പറ്റിയിട്ടാണ് ഈ പറയുന്ന മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയെ ഈ തീവ്രവാദി സംഘം കൊണ്ടുപോയിട്ട് മതം മാറ്റിയത്. അവിടെ കൊണ്ട് തീർന്നില്ല. അവസാനം അങ്ങോട്ട് കയറിയ ചാട്ടുകെട്ടിനകത്തൊന്നും ഇങ്ങോട്ടൊന്നും രക്ഷപ്പെടണമെന്ന് മാധവിക്കുട്ടി ചിന്തിച്ചപ്പോഴേക്കും ഒരുപാട് വൈകി പോയി. മാധവിക്കുട്ടിക്ക് അതിനുള്ളിൽ ഒരു മോചനം കിട്ടിയില്ല. അവർ തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി. മാധവിക്കുട്ടി തിരിച്ച് സ്വന്തം മതത്തിലോട്ട് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവരെ കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി. അവരെ മാത്രമല്ല, അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല മക്കളെയും കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ തീവ്രത മനസ്സിലാവുന്നുണ്ടോ? ഇവര് മരിച്ചു കഴിഞ്ഞിട്ട് ഈ അമുസ്ലിം മക്കള് വരെ പാളയത്ത് നിന്നിട്ട് നമസ്കരിച്ചു. മയ്യത്ത് നമസ്കാരം എന്തുമാതിരി പ്രീണനമാണെന്ന് നോക്കിയ പേടിയാണ്. കാരണം അമ്മ തിരിച്ച് ഇസ്ലാമിൽ നിന്നെങ്ങാനും മടങ്ങി ഹിന്ദു മതത്തിലേക്ക് വന്നാൽ ഞങ്ങളുടെയൊക്കെ ജീവൻ അപകടത്തിലാകും. കനേഡിയൻ എഴുത്തുകാരി വേണ്ടി വന്നു ഈ സത്യമൊക്കെ ലോകത്തോട് വിളിച്ചു പറയാൻ. അപ്പോ ഞാൻ പറയുന്നത് അതായത് മോനു നാലപ്പാടിനെ പോലുള്ളവര് മാധവിക്കുട്ടി എന്ന് പറയുന്ന അമ്മയുടെ കയ്യിൽ കാൽ പിടിച്ചിട്ട് അവർക്ക് കേരള മണ്ണിലേ ജീവിക്കേണ്ടതുകൊണ്ടാണ് ജീവൻ കൊണ്ട് ഓടി. അവസാനം പൂനെയിലും കണ്ട് പോയി കിടന്ന് മരിച്ചത്. ഈ പൂനെയിലും കണ്ട് പോയി കിടന്ന് മരിക്കും കാലത്ത് അമ്മയെ ദയവ് ചെയ്ത് മതം മാറല്ലേ വീണ്ടും നിങ്ങളുടെ മക്കളോട്. ഈ പൂനെയിൽ തന്നെ അവര് പിന്നീട് ഒരു ചികിത്സാർത്ഥം വന്ന സമയത്ത്, പൂനെയിൽ നിന്ന് വന്ന സമയത്ത് മാതൃഭൂമിയില് അവരൊരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഇസ്ലാം എന്നാൽ സാർസ് പോലെയാണ്, അതൊരു വൈറസ് ആണ്, അത് നമ്മളെയും കൊണ്ടേ പോകൂ.
അപ്പൊ അവർക്ക് ഏതാണ്ട് ഈ മതത്തിനകത്തേക്ക് വന്നപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. പക്ഷെ തിരിച്ചു വരൽ എളുപ്പമല്ലല്ലോ. കാരണം ഞങ്ങളെ പോലുള്ളവരെ വരെ കൊന്നുകളയും. അതുകൊണ്ട് അമ്മ മതം മാറരുത്, അമ്മ സ്വീകരിച്ച മതത്തിൽ തന്നെ നിൽക്കണം. അങ്ങനെ മുസ്ലിമാക്കി കെട്ടിച്ചമപ്പിച്ച് വേഷം കെട്ടിച്ച് പഴച്ചാക്കിൽ കയറ്റി കഴിഞ്ഞിട്ട് ചാത്തുകെട്ടിനകത്ത് കയറി കഴിഞ്ഞിട്ട് വീണ്ടും ചാത്തുകെട്ടിൽ നിന്ന് പുറത്തോട്ട് കടക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മാധവിക്കുട്ടിക്ക് കടക്കാൻ പറ്റിയില്ല മക്കളെ. ആ മാധവിക്കുട്ടി അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ ചാത്തുകെട്ടിനുള്ളിൽ തന്നെ തീരേണ്ടി വന്നു. അതാണ് മതം, അതാണ് മതം. ഈ അബ്ദുൽ സമദാനി എന്ന് പറയുന്ന വീരപുരുഷൻ മതഗീതിയും പുരാണങ്ങളും പിന്നെ സംഗതികളൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളാണ്. അതെന്തിനാ പ്രസംഗിക്കുന്നതെന്നറിയോ? നമ്മളെ പോലുള്ള ഈ വിദ്യകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള മനുഷ്യര് ഈ പറയുന്ന 4 ശ്ലോകം അത് തെറ്റാണ് ചൊല്ലാൻ അവർക്ക് അറിയില്ല. അവർ ചൊല്ലുന്ന ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാവുന്നവർക്ക് അറിയാം അവർ പറയുന്നത് ശുദ്ധ വിചിത്രമാണ്, അത് മുഴുവൻ തെറ്റാണ്. പക്ഷെ അതിനെക്കുറിച്ച് അറിയാത്തവര്, കാരണം മറ്റുള്ള വിഭാഗക്കാർ മതം പഠിക്കുമ്പോൾ നമ്മളെ ആരും മതം പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പൊ നമുക്കറിയുന്നില്ല നമ്മുടെ മതത്തിന്റേതായ അടിസ്ഥാനമായ പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്താണ് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് കേൾക്കുമ്പോഴും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവില്ല, കാരണം അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന വീരപുരുഷൻ, ഈ അബ്ദുൽ സമദാനി എന്ന് പറയുന്ന വീരപുരുഷൻ പല തരത്തിലുള്ള ശ്ലോകങ്ങളും പുരാണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, അയ്യോ ഒരു മുസ്ലിം പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ തട്ടമിട്ട ഒരു പെണ്ണുപിള്ള നമ്മുടെ അതല്ലേ തട്ടമിട്ട ഒരു പെണ്ണ് കണ്ണന്റെ ചിത്രം വരച്ചപ്പോൾ അയ്യോ വലിയ സംഭവമല്ലേ പാടി, അല്ലെങ്കിൽ നമ്മുടെ ഭക്തിഗാനം പാടി. എന്താ ഒരു വായുകൊണ്ടല്ലേ പാടുന്നേ? വേറെ ഏതെങ്കിലും ഭാഗം കൊണ്ടാണോ? ശരീരത്തിൽ വേറെ ഏതെങ്കിലും ഇടമുണ്ടോ ഈ പാടാനും പിന്നെ ആടാനും ഒക്കെ? ഇല്ലല്ലോ. ആ ഒരു വായുകൊണ്ട് തന്നെ പാടുന്നത് നമ്മളെ പോലെ. എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തലയിൽ തുണി കഷ്ണമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ, ഈ മുസ്ലിം പെണ്ണുങ്ങളായാലും മുസ്ലിം ആണുങ്ങളായാലും ഈ തലയിൽ ഇങ്ങനെ ഒരു കോലം കെട്ടിയിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ എന്താണ് പ്രത്യേകത നമ്മളെക്കാൾ വിട്ടിട്ട്? ഒന്നുമില്ല. അപ്പൊ ഇതേപോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ അശോകന്റെ മകൾ അഖിലാഹാദിയ വിഷയം കത്തി നിന്നത് നമ്മുടെ നാട്ടിലാണ്. അഖിലാഹാദിയ, ഈ അഖിലയ്ക്ക് ഇപ്പോഴും അതിൽ നിന്നൊരു മോചനമില്ല. അഖില ഏതോ ഒരു ജിഹാദിയുടെ കൂടെ, ഒരു തീവ്രവാദി ജിഹാദിയുടെ കൂടെ പോയി ആ തീവ്രവാദി എവിടെയോ പൊട്ടിത്തെറിച്ചു എന്നാണ് കേട്ടത്. അപ്പൊ ആ തീവ്രവാദി പൊട്ടിത്തെറിച്ചു, എന്നാൽ അവർക്ക് തിരിച്ച് അവരുടെ കുടുംബത്തിൽ ഒരു ആകെ ആണും പെണ്ണുമായിട്ട് ഒരു മകളെ ഉള്ളൂ. ഈ അശോകൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, അയാൾ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ്, ആയിരുന്നു, ഇനിയിപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ കൂടുതലും ഈ മതം പടർന്നു കയറുന്നത് ഈ പറയുന്ന സ്വാതന്ത്ര്യം, സോഷ്യലിസം, മാങ്ങാത്തുലി എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിസത്തിനകത്താണ് ഈ പറയുന്ന ജിഹാദിസം നുഴഞ്ഞു കയറുന്നത്. അപ്പൊ പകൽ മുഴുവനും കമ്മ്യൂണിസം ചുവന്ന കളറായിരിക്കും, രാത്രിയാവുമ്പോൾ കമ്മ്യൂണിസം പച്ച കളറാണ്. അപ്പൊ ആ നുഴഞ്ഞു കയറുന്ന കമ്മ്യൂണിസത്തിനകത്തെ ജിഹാദിസമാണ് ഈ ലോകത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നശിപ്പിക്കലിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന തോന്നിവാസങ്ങളാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ആ അശോകൻ എന്ന് പറയുന്ന ആൾക്ക് അഖില എന്ന് പറയുന്ന ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, ആണും പെണ്ണുമായിട്ട്. ഇപ്പോഴും അവരെ പഠിപ്പിച്ച് മറ്റേ ഹോമിയോ ഡോക്ടറോ അങ്ങനെ എന്തൊരു ഡോക്ടർ ആക്കി എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പറയുന്ന മതത്തിനകത്ത് തലവെച്ച് കൊടുത്തു, അവസാനം മതത്തിനകത്ത് തലവെച്ച് കൊടുത്തതും ഇനി അതിന്റെ ഉള്ളിൽ നിന്ന് ഊരി അവനെങ്ങാണ്ട് എവിടെയെങ്ങാണ്ട് പോയിട്ട് പിന്നെ പൊട്ടിത്തെറിച്ച് പോയെന്നാണ് കേട്ടത്. അത് കഴിഞ്ഞിട്ടും അവൾ ഒറ്റപ്പെട്ടിട്ടായാലും അവളുടെ ചുറ്റും ഇപ്പൊ ആൾക്കാരാണെന്ന് പറയുന്നത്. ഈ തീവ്രവാദ ചിന്താഗതിയുള്ള ഈ പറയുന്ന മതത്തിന്റെ ആൾക്കാർ ചുറ്റും വളയപ്പെട്ട് ഏതോ ഒരു ഉഗാണ്ടയിൽ പോലത്തെ ഒരു സ്ഥലത്ത് അന്തം കുന്തം ഇല്ലാതെ അവൾ ഇപ്പൊ ജീവിക്കുന്നുണ്ട്. അവൾക്ക് അതിൽ നിന്ന് മോചനമില്ല. അവൾ ഇനി മുസ്ലിമായിട്ട് തന്നെ മരിക്കും. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ലോ. അഖിലാഹാദിയ വിഷയം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവളുടെ അച്ഛൻ അതിനുശേഷം അവളെ കാണാനും വിളിക്കാനും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ അവൾ വരില്ല. അവളുടെ അടുത്തോട്ട് ഒരാൾ ചെല്ലുമ്പോൾ അവനെ നോക്കാൻ പോലും അവിടെ വാച്ച് ചെയ്യാനായിട്ട് ചുറ്റുപാടും ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് അവിടെ കിടന്ന് മരിക്കാൻ നിർത്തിയുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മതത്തിന്, ഞാൻ മതത്തിനെ ആക്ഷേപിക്കല്ല, മുസ്ലിം മതത്തിന് അകത്തോട്ട് ചെന്ന് തല വെച്ച് കഴിഞ്ഞാൽ കീരി വളഞ്ഞിട്ട പാമ്പാണ് അവിടെ കിടന്ന് മരിക്കേണ്ടി വരുന്നത്. കീരി വളഞ്ഞിട്ട പാമ്പെന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കാരണമായി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കീരി പാമ്പിനെ ചുറ്റും ഇങ്ങനെ നടന്ന് കൂത്തുകൊടുക്കുന്നു. അപ്പൊ അതിന് പിന്നെ എവിടെയും പോകാൻ പറ്റില്ല, അത് അവിടെ കിടന്ന് ചാവുന്ന പറയുന്നത്. ഒരു മോചനമില്ലാത്ത ജന്മമാവും മാധവിക്കുട്ടിയുടെ പോലെ. അപ്പൊ മാധവിക്കുട്ടി വയസ്സാം കാലത്ത് പോയിട്ട് തല വെച്ച് കൊടുത്ത പോലെ അവരുടെ ജീവിതം അവസാനിച്ചു, അതെല്ലാം കഴിഞ്ഞു, അതൊക്കെ തീർന്ന് അടഞ്ഞുപോയ അധ്യായങ്ങളാണ്. നമ്മുടെ മുമ്പിൽ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ പരിശുദ്ധമായ സത്യങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോ നാളെ നമ്മുടെ നാട്ടിലും കമ്മ്യൂണിസ്റ്റാണ് ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റിന് മതമില്ല, ജാതിയില്ല, യാതൊന്നുമില്ല. പക്ഷെ രാത്രിയാവുമ്പോൾ അവർക്ക് ജാതിയുണ്ട്, മതമുണ്ട്, പച്ച കളറാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ചാനൽ അവതാരികമാര് നിങ്ങൾക്ക് ഹിജാബ് ധരിപ്പിക്കാൻ, നിങ്ങളെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചാത്തുകെട്ടിനകത്തോട്ട് കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറയാം, എനിക്ക് താല്പര്യമില്ല, എന്റെ ദേഹത്ത് നിങ്ങൾ ടച്ച് ചെയ്യാൻ വരെ വരണ്ടാവും. അത്രയുണ്ട്. അത് ബുദ്ധി. അതല്ലാത്തവര് വിഡ്ഢികളായിട്ട് അതിനകത്തോട്ട് കയറാനായിട്ട് ഈസിയാണ്, അങ്ങോട്ട് കയറാൻ ഈസിയാണ്, ഹിജാബിന്റെ ഉള്ളിലോട്ട് കയറാൻ ഈസിയാണ്. പക്ഷെ ഹിജാബിന്റെ ഉള്ളിൽ നിന്ന് ജീവിതാന്ത്യം വരെ പുറത്തു വരാൻ നിങ്ങൾ ആരും ഇരിക്കേണ്ട. നമ്മുടെ പൊന്നോമന മക്കളെ എല്ലാ അച്ഛനമ്മമാരും പറഞ്ഞു മനസ്സിലാക്കുക. മക്കളെ ദിവസവും ഇത് പറഞ്ഞു മനസ്സിലാക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ചോരത്തർക്ക് കൂടി ചിലപ്പോൾ കേട്ടു വരില്ല. അപ്പോ പെട്ടെന്ന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇന്നത്തെ ഒരു വിഷയം. അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. എല്ലാവർക്കും. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടു മരണം. കമലാ സുരയ്യ എഴുതി അവരുടെ പ്രണയവും ചിന്തകളും സ്നേഹവും കാമവും എല്ലാം ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ വകതിരിവുണ്ടായിരുന്നില്ല. എന്ത് തെരഞ്ഞെടുക്കും, അതാണ് അതിബുദ്ധി, ആപത്താണ്. എല്ലാവർക്കും വിളവ് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും, ഞാനടക്കം. അഖിലാഹാദിയ, വേലി ചാടിയ പശു, കോലുകൊണ്ട് മരണം. ഇവരൊക്കെ വിഡ്ഢികളാക്കാൻ എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞു പോയി നിന്നു കൊടുത്തതല്ലേ? അല്ലേ? കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ധിക്കരിച്ച് ഒരു മതത്തിലേക്ക് പോയി
ആ മതത്തിന്റെ ബേസ് പോലും അറിയാതെ വാളുകൊണ്ട് പടുത്തുയർത്തിയ മതത്തിന്റെ ഇന്നത്തെ പേര് സമാധാനം. അടിസ്ഥാനം അറിഞ്ഞിട്ടാണോ അതിലേക്ക് പോയി ചാടുന്നത്? അനുഭവിക്കട്ടെ. നന്ദി.